ഹായ് മക്കളെ, മായു സാറാടാ. സോ കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായി കിടിലനായിട്ട് മക്കളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. സോ മക്കളെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ രണ്ടാം ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ള മക്കളെ ഏറെക്കുറെ കോൺസെപ്റ്റും പിന്നെ എന്താ ഏറെക്കുറെ ചാപ്റ്റേഴ്സും അല്ലെ എല്ലാം പാടൊക്കെ എന്താണ് മിക്സ്ഡ് ആയിട്ട് ഒരു ചാപ്റ്റർ ആണ് മക്കളെ സെക്കൻഡ് ചാപ്റ്റർ. രണ്ടാം ചാപ്റ്റർ സംബന്ധിച്ച് നമുക്ക് എന്താണ് വെറും നെയിമിങ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫംഗ്ഷണൽ ഐസോമേഴ്സിനെയും പൊസിഷനൊക്കെ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരെ സംബന്ധിച്ചുള്ള കുറച്ചൊരു ചെറിയ ചെറിയ കൺസെപ്റ്റ് ആയിട്ട് അല്ലെ ബന്ധമൊക്കെയുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ. സോ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എന്താണ് എത്ര വലിയ ചാപ്റ്റർ ആയാലും നമ്മൾ അതെന്തിനും എന്തായിക്കോളാം പവർഫുൾ ആക്കി സിമ്പിൾ ആക്കി തരും. അതാണ് നമ്മളെ പ്രത്യേകത. സോ അതാണ് മക്കളെ നമ്മുടെയും മെന്ററിലും ഒക്കെ പ്രത്യേകത അതാണ് അല്ലെ. എത്രങ്ങാനും വലിയ സംഭവം വലിയ ബേർഡൻ ആയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ എന്താണ് സിമ്പിൾ ആക്കിയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് മുമ്പിലാണ് അവതരിപ്പിച്ചു തരും അല്ലെ. സോ അങ്ങനെയാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്, മാക്സിമം ക്ലാസ് ഒന്ന് ഉഷാറായിട്ട് എന്ത് ചെയ്യുക ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യടാ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്നുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഫ്രണ്ട്സും അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് എന്താണ് എല്ലാവരും അവിടെ ഒരുമിച്ചിട്ട് നമുക്ക് നല്ല സ്കോർ വാങ്ങി +1 അതും സയൻസിലേക്ക് അഡ്മിഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. സോ അങ്ങനെയുള്ള ഫ്രണ്ട്സുകളൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക. റെഡി ആണോടാ? സോ രണ്ടാം ചാപ്റ്റർ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും വലിച്ചു വാരി നീട്ടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതിൽ തന്നെ ചോദിക്കുള്ളൂ, അത് ഗ്യാരണ്ടി വരാം അല്ലേ. ഫസ്റ്റത്തെ റിയാക്ഷൻ മക്കളെ ഏത് റിയാക്ഷനാടാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മക്കളെ എന്താടാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ മാറ്റിയിട്ട് പകരം അതിലേക്ക് എന്താ ചെയ്യുക വേറൊരാളെ ആഡ് ചെയ്യുക അല്ലെ. നമ്മള് ഫുട്ബോളുകളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കാണലില്ലേ? അതെ, മറ്റേ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും അല്ലെ, ഇങ്ങനെ മറ്റേ റഫറി എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും അല്ലെ, ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ അല്ലെ, ആ ബോർഡ് വെച്ചിട്ടൊക്കെ നമ്മൾ കാണലുണ്ട്. സോ ഒരാളെ കയറ്റിയിട്ട് പകരം എന്ത് ചെയ്യടാ വേറെ ആളെ പുറത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ അതാണ് മക്കളെ എന്താടാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറ്റിയിട്ട് അവിടുത്തെ റിയേജന്റ് വേണടാ. ഏതൊരു റിയാക്ഷൻ മക്കളവിടെ എന്തുണ്ടാടാ റിയേജന്റ് വേണം അവിടെ അല്ലെ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കടാ. അപ്പൊ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്, അവിടെ ആര് വേണം? റഫറി വേണം അല്ലെ, ആ കളി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മക്കളെ ഏത് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു റിയേജന്റ് വേണം. മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടുത്തെ റിയേജന്റ് ആണ് മക്കളെ Cl2HNu എന്ന് പറയും. റെഡിയാണോ? അവിടുത്തെ റിയേജന്റ് ആരടാ? Cl2HNu. റെഡിയാണോ? Cl2HNu. മക്കളെ ഈ Cl2HNu ആണ് മക്കളെ ഏതടാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റിയേജന്റ്. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റിയേജന്റ് ആരടാ? Cl2HNu. എങ്ങനെയാണ് ഇതൊക്കെ നോക്കിക്കോട്ടെ മക്കളെ. ഞാൻ എന്ത് ചെയ്തോടാ CH4 അല്ലെ, ഈ CH4 പറയുന്ന പേരാ മീഥേന്. സോ CH4 എടാ Cl2ന്റെ പ്രസൻസിലടാ Cl2HNuവിന്റെ CH4 ഇല്ലേ HNuവിന്റെ പ്രസൻസ് സൺലൈറ്റിന്റെ പ്രസൻസിന് റിയാക്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടാ. ഈ CH4 നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ അല്ലേ ഒരു ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ വേറൊരു ഹൈഡ്രജൻ. റെഡിയാണോ? സോ പിന്നെ മക്കളോട് ആരുണ്ടടാ? 2 Cl ഉണ്ട് അല്ലേ, 2 Cl ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇനിയാണ് നമ്മളെ ചെറിയൊരു ടെക്നിക്ക് എന്ന് പറയും മക്കളെ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തോടാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പുറത്തേക്ക് പോയി. പക്ക ഈ ക്ലോറിൻ എന്ത് ചെയ്തോടാ ഉള്ളിലേക്ക് വന്നു. റെഡിയാണോ? സോ അങ്ങനെ പ്രൊഡക്റ്റ് പറയാം മക്കളെ. അങ്ങനെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ മക്കളെ CH അല്ലെ 3 H ഉണ്ടാവും ബാക്കി CH3. പിന്നെ ആരുണ്ടടാ ഒരു Cl അഡീഷണൽ ആയിട്ട് വന്നു പ്ലസ് മക്കളെ പിന്നെ H കിട്ടുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിടാ HCl ഉണ്ടായി. സോ ഇതാണ് മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. ഒരാളെ മാറ്റിയിട്ട് പകരം എന്താ ചെയ്യുക വേറെ ആളെ അതിലേക്ക് ആഡ് ചെയ്യുക. ആരുടെ പ്രസൻസിലിടാ Cl2HNu അഥവാ സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. റെഡിയാണോടാ? സോ നെക്സ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം? അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലേ. അഡീഷൻ റിയാക്ഷൻ എന്താ നോക്കിക്കോട്ടോ. മക്കളെ അഡീഷൻ റിയാക്ഷൻ ഉപയോഗിക്കുന്ന റിയേജന്റ് മക്കളെ നിക്കലിന്റെ പ്രസൻസിലാണ് നടക്കുക. പിന്നെ ചൂടും കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്ന എത്ര ഉള്ളൂ. അത് മെയിൻ അതിന്റെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസാച്ചുറേറ്റഡ് ഉള്ള കോമ്പൗണ്ടുകളെ ബോണ്ട് പൊട്ടിക്കുക. ഒരു അൺസാച്ചുറേറ്റഡ് അത് അപൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബണെ എന്താക്കി മാറ്റാം? ബോണ്ട് പൊട്ടിച്ചിട്ട് അതിനെന്താക്കി മാറ്റാം? ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആണ് എഴുതിക്കോളി. ഈ ട്രിപ്പിൾ ബോണ്ടിന് ഒരു ബോണ്ട് പൊട്ടിച്ചിട്ട് നമുക്ക് എന്താക്കി മാറ്റാം? ഡബിൾ ബോണ്ട് ആക്കി മാറ്റാം. ഈ ഡബിൾ ബോണ്ടിന് തന്നെ ഒരു ബോണ്ട് പൊട്ടിച്ചിട്ട് നമുക്ക് എന്താക്കി മാറ്റാം? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റാം. അല്ലെങ്കിൽ തന്നെ ട്രിപ്പിൾ ബോണ്ടിൽ തന്നെ 2 ബോണ്ട് പൊട്ടിച്ച് നമുക്ക് എന്താക്കി മാറ്റാം? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റാം. അപ്പൊ ഇതെന്താണ് പറയുന്നത്രേ ഉള്ളൂ. അതായത് ബോണ്ടുകൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പ്രസൻസിലാണ് നിക്കലിനെയും പിന്നെ നിക്കലിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുന്നതും. സോ അതെന്താ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
വേണ്ടിയിട്ട്. റെഡിയാണോ? സോ നിക്കലിൻ്റെയും ചൂട് കൊടുക്കുന്ന പ്രസൻസിലാണെന്ന് ഏത് റിയാക്ഷൻ നടക്കുക? അഡീഷൻ റിയാക്ഷൻ നടക്കുക. റെഡിയാണോ? സോ നിങ്ങൾ മനസ്സിലാക്കുന്ന മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഒരു ബോണ്ടിനെ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ എത്ര ആളുകൾ ആഡ് ചെയ്യണടാ? 2 ആളുകൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 ബോണ്ടിനെ പൊട്ടിക്കാൻ വേണ്ടി എത്ര ആളുകളാണ്? 4 ആളുകൾ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? എടാ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആറ്റങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ആളുകൾ ആഡ് ചെയ്യണടാ? 4 ആറ്റങ്ങൾ ആഡ് ചെയ്യണം. സെറ്റാണോ? ആ കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആറ്റങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആറ്റങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം. റെഡിയാണോ? സോ നോക്കിക്കോട്ടോടാ. സോ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ. നല്ലൊരു ചൂടിൻ്റെ പ്രസൻസിൽ ചൂട് കൊടുത്തിട്ട് നിക്കലിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് അഡീഷൻ റിയാക്ഷൻ. ഓൾസോ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ബോണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു നിക്കലിൻ്റെ പ്രസൻസിൽ 2 ആറ്റങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ 4 ആറ്റങ്ങൾ റിയാക്ട് ചെയ്തു. സോ അവിടെ എന്ത് ചെയ്തു? ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ആറ്റങ്ങൾ അവയിലൂടെ ആഡ് ചെയ്യുന്നു. സോ സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇവിടെ CH2ലേക്ക് ആര് ആഡ് ചെയ്യുന്നുടാ? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ആരെ പ്രസൻസിലടാ? നിക്കലിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട എത്രയുണ്ട് മക്കളെ? ഇവിടെ 2 ആറ്റങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. സോ ആ ഇവിടെ 2 ബോണ്ട് ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കണം, 2 ആറ്റങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലേ മക്കളെ? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടൊന്ന് കൊടുത്തു, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടൊന്ന് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് എന്താ ചെയ്തുടാ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ മക്കൾ പറയടാ പ്രൊഡക്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് എന്ത് കൊടുത്തോടാ? H2 കൊടുത്തു. മക്കളെ ആരെ പ്രസൻസിലാണ്? നിക്കലിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നത്. എടാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണടാ, ഇവിടെ 2 ഹൈഡ്രജൻ അല്ലടാ. 2 ഹൈഡ്രജന് ഒരു ട്രിപ്പിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോണ്ടിലെ ബ്രേക്ക് ചെയ്യുള്ളൂ. സോ മക്കളെ ഈ ഹൈഡ്രജൻ ഈക്വൽ ആയിട്ട് ഇങ്ങോട്ടൊന്ന് കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടൊന്ന് കൊടുത്തു. അതുകൊണ്ട് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ മക്കൾ പ്രൊഡക്റ്റ് പറയടാ CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്തോടാ? CH ഈ ട്രിപ്പിൾ ബോണ്ടിനെ 2 H2, അതായത് ടോട്ടൽ 2 H2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ടടാ? 4 ആറ്റങ്ങളുണ്ട്. സോ ഈ 2 H2 ഇതിലേക്ക് ആഡ് ചെയ്തു. സോ മക്കൾ അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 4 ഹൈഡ്രജൻ 2 ആയി കൊടുത്തു. 2 ഹൈഡ്രജൻ ഇവിടെ, 2 ഹൈഡ്രജൻ ഇവിടെ. സോ ഈ 2 ഹൈഡ്രജൻ നേരെ അങ്ങോട്ട് കയറി. സോ ഈ 2 ഹൈഡ്രജൻ നേരെ അങ്ങോട്ട് കയറി. സോ ടോട്ടലി മക്കൾ ഇവിടെ എത്ര ആറ്റങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാ? 4 ആറ്റങ്ങൾ. ഇവിടെ 4 ആറ്റങ്ങൾ ആഡ് ചെയ്യുന്ന എത്ര ബോണ്ട് ബ്രേക്ക് ചെയ്യൂടാ? 2 ബോണ്ട് ബ്രേക്ക് ചെയ്യും. സോ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. പറയടാ, ഇതിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത മക്കളെ പ്രൊഡക്റ്റ് എന്ത് വരടാ? എന്ത് വരടാ? ഇതിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH3 വരും. ഓക്കെ അല്ലേ? സിംഗിൾ ബോണ്ട്. മക്കൾ ഇതിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത് എന്ത് വരൂടാ? CH3 തന്നെ വരും. റെഡിയാണോ? സിംഗിൾ ബോണ്ട് കേട്ടോ, CH3. ഓക്കെ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിക്കലിന്റെ പ്രസൻസിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുക. ഒരു ബോണ്ടിനെ പൊട്ടിക്കാൻ വേണ്ടി 2 ആറ്റങ്ങൾ വേണം. അപ്പൊ 2 ബോണ്ടിനെ പൊട്ടിക്കാൻ വേണ്ടി 4 ആറ്റങ്ങൾ വേണം. സെറ്റാണോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം മക്കളെ? പോളിമറൈസേഷൻ കൂടെ ഡിസ്കസ്. എന്താ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എടാ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഒരുപാട് മോണോമറുകൾ കൂടിച്ചേർന്ന് വലിയൊരു പോളിമറായി മാറുന്നു. സോ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. സിമ്പിൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മക്കളെ ഞാൻ. എടാ നിങ്ങൾ മാല കണ്ടിട്ടുണ്ടോ? ആ മാല കാണാതെ എന്താ ഈ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാല കാണാതെ അല്ലേ? എടാ ഇതല്ലടാ ഒരു മാല അല്ലേ? ഓക്കെ, ഇതാ മക്കളെ മാലാണ് എഴുതിക്കോളി. ഓക്കെ, എടാ ഈ മാലന്റെ ഒരു മുത്തില്ലേ, ഓരോ മുത്തുകളാണ് മക്കളെ എന്താടാ? മോണോമർ എന്ന് പറയും. ഈ മാലന്റെ ഓരോ മുത്തുകളെ മക്കൾ എന്താടാ? മോണോമറുകൾ എന്ന് പറയും. അങ്ങനെ മക്കളെ മോണോമറുകൾ കൂടിച്ചേർന്ന് വലിയൊരു പോളിമറായി മാറുന്നു. സോ അങ്ങനെ മോണോമറുകൾ കൂടിച്ചേർന്ന് വലിയൊരു പോളിമറായി മാറുന്ന റിയാക്ഷനെ പറയുന്ന പേരെന്താണടാ? പോളിമറൈസേഷൻ. റെഡിയാണോ? ഇതാണ് മക്കളെ എന്ത് പറയാ? നമ്മള് പോളിമറൈസേഷൻ എന്ന് പറയാ. ദ ലാർജ് നമ്പർ ഓഫ് മോണോമർ കമ്പൈൻ ടു ഫോം എ പോളിമർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ റിയാക്ഷൻ. മക്കളെ പോളിമറൈസേഷൻ 2 വിധത്തിലുണ്ട് കേട്ടോ. ഒന്ന് അഡീഷൻ പോളിമറൈസേഷനും, രണ്ടാമത്തെ എന്താടാ? കണ്ടൻസേഷൻ പോളിമറൈസേഷനും. മക്കളെ അഡീഷൻ പോളിമറൈസേഷന്റെ മോണോമറുകളും പോളിമറുകളും യൂസ് ഒക്കെ നോക്കിയാലോ? എന്ന് നോക്കിക്കൊള്ളിട്ടോ മക്കളെ. ഒന്നാമത്തെ ആരടാ? വിനൈൽ ക്ലോറൈഡ്. എടാ വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ ആരാടാ? PVC പറയുന്ന പേരെന്താടാ? പോളിവിനൈൽ ക്ലോറൈഡ്. മക്കളെ അതിന്റെ യൂസ് എന്താണ്? മാനുഫാക്ചർ ഓഫ് പൈപ്പ്.
പൈപ്പിന്റെ നിർമ്മാണത്തിനു വേണ്ടി ഏത് മോണോമറടാ വിനൈൽ ക്ലോറൈഡ് ഏത് പോളിമറടാ PVC. റെഡിയാണോ? നെക്സ്റ്റ് വൺ മക്കളെ ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോണോമറുകൾ കൂടിച്ചേർന്ന് എന്ത് കിട്ടുന്നടാ? പോളിഈഥീൻ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ പോളിഈഥീന്റെ യൂസ് എന്താടാ? മാനുഫാക്ചർ ഓഫ് ടാർപോളിൻ. അതായത് ടാർപ്പായി ഷീറ്റുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ആരുടെ മോണോമറടാ? ഈഥീന്റെ മോണോമർ എന്തായി മാറുന്നടാ? പോളിമർ. എന്ത് പോളിമറടാ? പോളിഈഥീൻ. റെഡിയാണോ? സോ നെക്സ്റ്റ് വൺ മക്കളെ ഐസോപ്രിൻ എന്ന് പറഞ്ഞ മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നടാ? റബ്ബർ. എന്താണ് ഉപയോഗിക്കുക? റബ്ബർ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ടയറിന്റെ നിർമ്മാണത്തിന്. റെഡിയാണോ? നെക്സ്റ്റ് വൺ എന്നടാ? ടെട്രാഫ്ലൂറോഈഥീൻ. മക്കളെ ടെട്രാഫ്ലൂറോഈഥീൻ എന്ന് പറഞ്ഞ മോണോമറുകളെ കൂടിച്ചേർന്ന് എന്ത് കിട്ടുന്നടാ? ടെഫ്ലോൺ കിട്ടുന്നു. ടെഫ്ലോൺ ഈസ് എ എക്സാമ്പിൾ ഫോർ എന്തിന്റെ എക്സാമ്പിൾ അടാ? പോളിമർ ആണ്. എങ്ങനെ കിട്ടിയടാ? ടെട്രാഫ്ലൂറോഈഥീൻ കൂടി ചേർന്നിട്ടാ കിട്ടിയത്. മക്കളെ അതിന്റെ യൂസ് എന്താടാ? നോൺ സ്റ്റിക് പാത്രങ്ങളിലെ കോട്ടിങ്ങുകളൊക്കെ ആയിട്ട് മക്കളെ ടെഫ്ലോൺ ആണ് ഉപയോഗിക്കുന്നത്. റെഡിയാണോടാ? സോ ഇതൊക്കെയാണ് മക്കളെ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക അറിയോ? അഡീഷൻ പോളിമറൈസേഷന്റെ എക്സാമ്പിളുകൾ പറയും. സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയുമാണ് മക്കളെ അഡീഷൻ പോളിമറൈസേഷന്റെ എക്സാമ്പിളുകള്. റെഡിയാണോടാ? നെക്സ്റ്റ് വൺ നോക്കിക്കോടാ. കണ്ടൻസേഷൻ ഓഫ് പോളിമറൈസേഷൻ. മക്കളെ എന്താടാ കണ്ടൻസേഷൻ ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോമറുകൾ കൂടിച്ചേർന്ന് പോളിമർ കിട്ടുന്നു. പക്ഷേ ആ പോളിമറുകളിൽ തന്നെടാ കുറച്ച് കോമ്പൗണ്ടുകളെ എലിമിനേറ്റ് ചെയ്തു, ഒഴിവാക്കി. സോ അങ്ങനെയുള്ള പോളിമറൈസേഷനെ പറയുന്ന പേരെന്താണ് മക്കളെ? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ ഓഫ് പോളിമറൈസേഷന്റെ ഏറ്റവും സിമ്പിളസ്റ്റ് എക്സാമ്പിൾ പഠിച്ചു പോണ മക്കളെ. പഠിച്ചിട്ടില്ലെങ്കിൽ ഉത്തരം തെറ്റും. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാം ആളുകളിലൊക്കെ നോക്കിക്കോടാ നമ്മൾ പഠിക്കാതെ സമയത്ത്. ഓക്കെ അല്ലടാ? ടിൻറ്റടാ? ഓക്കെ സോറി മക്കളെ, നമ്മളുടെ എക്സാം ഹാളിലേക്കൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുള്ള പഠിക്കാതെ നിൽക്കുന്ന സമയത്ത് അല്ലേ, നമ്മളെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ സാർ പേപ്പർ, മീസ് പേപ്പറൊക്കെ എന്ന് പറയുമ്പം മക്കളെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടാവൂടാ, ഒരു വല്ലാത്തൊരു വേദനയായിരിക്കും. ഓക്കെ അല്ലേ? സോ ആ വേദന നമ്മൾ അനുഭവിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് മക്കളെ മെന്റർ ആയിക്കോട്ടെ മക്കളെ അതിനു മുമ്പിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു എക്സാമ്പിൾ ആക്കി തരുന്നത് അല്ലേ. മെന്ററിന്റെ എല്ലാ ക്ലാസ്സുകളും, എല്ലാ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, അത്തരം കുട്ടികളൊക്കെ മക്കളെ ഫോക്കസ് ചെയ്തിട്ടാണ് മക്കളെ മെന്റർ എന്ത് ചെയ്യുന്നതാ ഇനി മുതൽ അങ്ങോട്ട് കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിക്കോട്ടെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിക്കോട്ടെ, എല്ലാം മക്കളെ നിങ്ങൾക്ക് മുമ്പിൽ സെറ്റപ്പ് ആക്കി തരും. ഓക്കെ അല്ലടാ? എല്ലാവരും എന്ത് ചെയ്യൂടാ? എല്ലാ ആളുകളും എന്ത് ചെയ്യുക അല്ലെ? കുറെ സാധനങ്ങൾ ഇത് പഠിച്ചാണ്ടാവും, കുറെ അത് പഠിച്ചാണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, മെന്ററിൽ വ്യത്യാസം ഉണ്ടടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയകളും നോക്കാതെ ഇമ്പോർട്ടന്റ് ആയ ഏരിയകളിൽ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. സോ അതിൽ തന്നെ ആയിരിക്കും മക്കൾ മിക്കവാറും ചോദിക്കുക, അതിൽ തന്നെയായിരിക്കും ചോദ്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുക അല്ലേ. സോ മക്കൾ എന്ത് ചെയ്യണ്ടടാ? നന്നായിട്ട് എന്ത് ചെയ്യടാ? ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, മനസ്സിലായിട്ട് ചോദിക്കുക, കമന്റ് ബോക്സുകളിലൊക്കെ ആയിട്ട് ചോദിക്കുക. ഓക്കെ അല്ലേടാ? ആ രീതിയിൽ മക്കളെ മുന്നോട്ട് പോകണോടാ. സോ നോക്കിക്കോടാ, കണ്ടൻസേഷൻ ഓഫ് പോളിമറൈസ് നമ്മൾ പറഞ്ഞു. എന്താടാ? മോണോമറുകൾ കൂടി ചേർന്നിട്ട് പോളിമർ കിട്ടുന്നു. ആ പോളിമർ ചില കോമ്പൗണ്ടുകൾ, ചില വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള പോളിമറൈസേഷനെ പറയുന്ന പേരടാ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എക്സാമ്പിൾ ആണ് മക്കളെ നൈലോൺ 66 എന്ന് പറയും. നൈലോൺ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മോണോമറുകൾ ആരാടാ? മോണോമറുകൾ മക്കളെ 2 വ്യത്യസ്തമായിട്ടുള്ള മോണോമറുകൾ ഉണ്ട്. മനസ്സിലാക്കണം, അവിടെ 2 വ്യത്യസ്തമായിട്ടുള്ള മോണോമറുകൾ ഉണ്ട്. ഒന്ന് മക്കളെ ഹെക്സാമീഥൈൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡും. ഓക്കെ അല്ലടാ? ഹെക്സാമീഥൈൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡും പാടെ കൂടി ചേർന്നിട്ട് മക്കളെ എന്ത് കിട്ടുന്നടാ? ഹെക്സാമീഥൈൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡും പാടെ കൂടി ചേർന്നിട്ട് അവിടുന്ന് മക്കളെ വാട്ടർ മോളിക്യൂൾസുകൾ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന പോളിമറേവാണ് മക്കളെ എന്തടാ? നൈലോൺ 66 എന്ന് പറയും. ഓക്കെ അല്ലേടാ? അപ്പൊ നൈലോൺ 66 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോളിമറിന്റെ മോണോമറുകൾ ആരൊക്കെടാ? ഹെക്സാമീഥൈൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡുമാണ് മക്കളെ. ആരുടെ മോണോമറടാ? നൈലോൺ 66ന്റെ മോണോമർ എന്ന് പറയും, മറന്നു പോരുത്. ഓക്കെ അല്ലേടാ? നൈലോൺ 66ന്റെ മോണോമറുകൾ ആരൊക്കെ മക്കളെ? മോണോമറുകൾ ആരൊക്കെ? അഡിപ്പിക് ആസിഡും. മോണോമറുകൾ ആരൊക്കെടാ? അഡിപ്പിക് ആസിഡും ആൻഡ് ഹെക്സാമീഥൈൽ ഡൈഅമീൻ. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമീഥൈൽ ഡൈഅമീൻ. ഹെക്സാമീഥൈൽ
ഡൈ അമീൻ. ഇതാണ് മക്കളെ എന്തടാ, ഇതാണ് മക്കളെ എന്തടാ നൈലോൺ 66ന്റെ പോളിമർ. സെറ്റ് ആണോടാ, സെറ്റ് ആണോ? സോ മക്കളെ ഇതാണ് മക്കളെ നൈലോൺ 66ന്റെ പോളിമർ. ഏതൊക്കെയാടാ? ഹെക്സാമീഥൈൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡും. സോ നൈലോൺ 66ന്റെ മോണോമർ ആരൊക്കെടാ? ഹെക്സാമീഥൈൽ ഡൈഅമീനും അഡിപ്പിക് ആസിഡും. സോ കൂടി ചേർന്ന് കിട്ടുന്ന പോളിമർ ആണ് മക്കളെ നൈലോൺ 66 എന്ന് പറയും. റെഡി ആണോ? സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് എന്താടാ? മെത്തനോളിന്റെ പ്രിപ്പറേഷൻ. റെഡി ആണോ? എടാ മെത്തനോളിന്റെ ഫോർമാറ്റ് ആദ്യം പഠിച്ചേക്കുക. CH3OH മക്കളെ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്നത് മക്കളെ എന്താടാ? മെത്തനോൾ അഥവാ CH3OH. മക്കളെ മെത്തനോൾ എന്ന് പറഞ്ഞ ഒരു പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, വിഷപദാർത്ഥമാണ്. ആരാടാ? മെത്തനോൾ എന്ന് പറയും. അതിന്റെ യൂസ് എന്താടാ? പെയിന്റുകൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കടാ? മെത്തനോൾ ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ മക്കളെ ആരാണ്? എത്തനോൾ എന്ന് പറയും. എത്തനോൾ എന്ന് പറഞ്ഞ മക്കളെ എങ്ങനെ എത്തനോളിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയാ? എത്തനോളിന്റെ ഫോർമാറ്റ് എന്താടാ? CH3CH2OH. മക്കളെ ഫോർമുല എന്താ? ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും. എടാ സൂക്രോസ് C12H22O11ലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു. എടാ ഫസ്റ്റ് റിയാക്ഷൻ ഇൻവെർട്ടേസ് ഏത് എൻസൈം? എടാ ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ഉപയോഗിക്കുന്നു. കിട്ടുന്നത് എന്താടാ? ഗ്ലൂക്കോസും ഫ്രുക്ടോസും കിട്ടുന്നു. അതിന് ഗ്ലൂക്കോസിനെ വീണ്ടും ഏത് എൻസൈം? എടാ സൈമേസ് എന്ന് പറഞ്ഞ എൻസൈമുമായി ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നടാ? മെത്തനോളും കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ത് കിട്ടുന്നടാ? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു. റെഡിയാണോ? ഇതാണ് മക്കളെ ആരെ പ്രിപ്പറേഷൻ? എടാ എത്തനോളിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയും. റെഡിയാണോ? അതിൽ തന്നെ 8 മുതൽ 10% എത്തനോൾ എന്ന് പറയടാ വാഷ് എന്ന് പറയും. 95.6% ഓഫ് എത്തനോൾ ഈസ് കാൾഡ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. 1 മാർക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. റെഡി ആണോടാ മക്കൾ? നെക്സ്റ്റ് നോക്കിക്കോ. 100% ഓഫ് എത്തനോൾ ഈസ് കാൾഡ് ഏതായിരിക്കും? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. എന്താണ് പവർ ആൽക്കഹോൾ? എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? എന്താണ് പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ? എടാ 20% അബ്സല്യൂട്ട് ആൽക്കഹോളും പിന്നെ അതുപോലെ തന്നെ 80% പെട്രോളുകളും ഒരുമിച്ചിട്ട് കൂടിച്ചേർന്നിട്ടുള്ള ആൽക്കഹോളിനെ പറയുന്ന പേരാണടാ പവർ അപ്പ്, പവർ ആൽക്കഹോൾ എന്ന് പറയും. റെഡിയാണോടോ? ക്ലിയർ ആണോടോ മക്കളെ? സോ നെക്സ്റ്റ് വൺ മക്കളെ നോക്കിക്കോ. എടാ ഇതിൽ എത്തനോളിന്റെ യൂസ് കൂടി നോക്കിക്കോട്ടോടാ. പെയിനിന്റെ മാനുഫാക്ചറും പിന്നെ അതുപോലെ തന്നെ എന്താടാ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണവും പെയിനിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മക്കളെ ആരെ യൂസ്? എടാ എത്തനോളിന്റെ യൂസ് എന്ന് പറയും. റെഡിയാണോ മക്കളെ? ഇതിലില്ലാത്ത ചെറിയൊരു കാര്യം പറഞ്ഞ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയും. മക്കളെ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹൈഡ്രോ കാർബണുകൾ മക്കളെ ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. മക്കളെ എന്താ കിട്ടുന്നതാ? കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ വാട്ടറും കിട്ടുന്നു. അത്തരത്തിലെ റിയാക്ഷനെ പറയുന്ന പേരാണ് മക്കളെ ഹൈഡ്രോ കാർബണിന്റെ കമ്പഷൻ എന്ന് പറയും. റെഡിയാണോ? ഹൈഡ്രോ കാർബണിന്റെ ജ്വലനം എന്ന് മലയാളം മീഡിയത്തിൽ പറയും. ജ്വലനം അതായത് എന്താ? ഒരു ഹൈഡ്രോ കാർബണുകളെ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. മക്കളെ എന്ത് കിട്ടുന്നടാ? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു, വാട്ടറും കിട്ടുന്നു. അങ്ങനെയാണ് മക്കളെ ആ ഒരു റിയാക്ഷനെ പറയുന്ന പേരാണ് മക്കളെ എന്തടാ? ഹൈഡ്രോ കാർബണിന്റെ ജ്വലനം അഥവാ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയും. മറന്നു പോകരുത്. ക്ലിയർ ആണോടോ? റെഡി ആണോടാ? സോ നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ. നെക്സ്റ്റ് വൺ എന്താടാ? എത്തനോയിക് ആസിഡ്. മക്കളെ എത്തനോയിക് ആസിഡിന്റെ ഫോർമുല പറഞ്ഞതാ CH3COOH. ഇതിനെ പറയുന്ന പേരാണ് മക്കളെ എത്തനോയിക് ആസിഡ്. എടാ എത്തനോയിക് ആസിഡിന്റെ മറ്റൊരു പേരെന്താടാ? അസറ്റിക് ആസിഡ്. അത് തന്നെയാണ് മക്കളെ ആരടാ? വിനിഗർ എന്ന് പറയും. ആരടാ? വിനിഗർ, സുർക്ക. റെഡിയാണോ മക്കളെ? എങ്ങനെയാണ് എത്തനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ നോക്കുക മക്കളെ? മെത്തനോളിലേക്ക് കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുന്നു അല്ലേ? മെത്തനോളിലേക്ക് കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു മക്കളെ? എത്തനോയിക് ആസിഡ് കിട്ടുന്നു. അങ്ങനെ മക്കളെ എത്തനോയിക് ആസിഡിന്റെ യൂസ് നോക്കിക്കോ. മാനുഫാക്ചർ ഓഫ് വിനിഗർ ആൻഡ് മാനുഫാക്ചർ ഓഫ് മെഡിസിൻസ്. അതായത് മരുന്നുകളും പിന്നെ അതുപോലെ തന്നെ സുർക്ക അല്ലെ വിനിഗർ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ ആരെ യൂസ്? എത്തനോയിക് ആസിഡിന്റെ യൂസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ മക്കളെ എന്താണ്? എസ്റ്ററിഫിക്കേഷൻ. മക്കളെ എസ്റ്ററിഫിക്കേഷനുള്ള ഓർഗാനിക് ഫംഗ്ഷൻ ഗ്രൂപ്പാണ് മക്കളെ. എസ്റ്ററിഫിക്കേഷനിൽ എസ്റ്റർ ആണ് മക്കളെ. എസ്റ്റർ എന്ന് പറഞ്ഞ മക്കളെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അതെങ്ങനെ മക്കളെ റിപ്രസെന്റേഷൻ ചെയ്യുക? RC ഡബിൾ ബോണ്ട് OR. സോ ഇതാണ് മക്കളെ ഒരു എസ്റ്ററിന്റെ അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ റിപ്രസെന്റേഷൻ എന്ന് പറയും. റെഡിയാണോ മക്കളെ? എന്താണ് എസ്റ്ററിഫിക്കേഷൻ നോക്കിക്കോ മക്കളെ. എത്തനോയിക് ആസിഡ് മക്കളെ ആരടാ? എത്തനോയിക് ആസിഡും എത്തനോളും തമ്മിൽ റിയാക്ട് ചെയ്തു. ആരെ പ്രസന്റ് മക്കളെ? ഇവിടുത്തെ റിയേജന്റ് ആരടാ? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി കൂടി ചേർന്നു. ആരൊക്കെ മക്കളെ? എത്തനോയിക് ആസിഡും എത്തനോളും കൂടി ചേർന്നു. മക്കളെ ഇവിടുന്ന് എന്ത് എലിമിനേറ്റ് ചെയ്താൽ മതിയടാ? വാട്ടറിനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? വാട്ടറിനെ റിമൂവ് ചെയ്യാം. ഓക്കെ അല്ലേ? വാട്ടർ നിങ്ങൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. എടാ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? CH3COO CH2CH3. ഓക്കെ അല്ലേ? സോ ഇതെന്താ മക്കളെ? എസ്റ്റർ ആണ്. കാരണം മക്കളെ ഇതാണ് മക്കളെ R, ഇതാണ് COO, ഇതാണ് മക്കളെ വേറെ R ഗ്രൂപ്പ് എന്ന് പറയും.
ഓക്കെ അല്ലടാ. സോ ഇതെന്താണ്? എസ്റ്റർ ആണ്. സോ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. റെഡി ആണോ മക്കളെ? എസ്റ്ററിഫിക്കേഷൻ യൂസ് എന്താണ്? ദ യൂസസ് ഓഫ് ഫോർ മേക്കിംഗ് ദ ഫ്രാഗ്രൻസ്, അല്ലെ സ്മെൽ ഉണ്ടാക്കാൻ വേണ്ടി പെർഫ്യൂമുകളിലൊക്കെ ആരും ഉപയോഗിക്കടാ എത്തനോൾ, പല പല പെർഫ്യൂംസുകൾ, പൈനാപ്പിളിന്റെ സ്മെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെർഫ്യൂമുകളിൽ അല്ലെ, അതൊക്കെ എന്താ മക്കളെ? ഈ എസ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഐഡിയ കിട്ടിയോ? സോ ഇതാണ് മക്കളെ നമുക്ക് എന്താണ് ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവറേജ് എന്ന് പറയും. ഓക്കെ അല്ലേ? സോ ഇതിനാണ് കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നത്. സോ ഇതിൻ്റെയും മക്കളെ PYQ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? വീണ്ടും കാണാം. അതുവരെ മക്കളെ എന്താ ബൈ, പിന്നീട് കാണാം കേട്ടോ. ശരി, താങ്ക് യു.